ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനത് രണ്ട് പാർട്ടായിട്ട് കാണിച്ചു തരാം. ഇതൊരൊറ്റ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താൻ കഴിയൂല. കുറച്ച് അത്യാവശ്യം പണികളുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബെഡ്റൂമിൻ്റെ ഉള്ളിലുള്ള ഡ്രസ്സിങ് റൂമിലാണ് ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇത് ഒരു പെയിൻറ്ററെ വിളിച്ചാണ്ട് പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ ഞാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നിലത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുകയാണ്. അല്ലെങ്കിൽ നിലത്ത് പെയിൻറ്റ് വീണ് കഴിഞ്ഞാൽ ആകെ വൃത്തികേടാകൂലേ. ഞാൻ പെയിൻ്റ് അടിച്ചാൽ എത്രത്തോളം ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധമാണ് ഞാൻ വൃത്തിയാക്കാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ള രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനാണ് ശ്രമിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഇത് പെയിൻ്റൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് നേരെ ചുമരിൽ അടിച്ചു കൊടുക്കുക. അത്ര പണിയുള്ളൂ. ഒരു റോളർ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് പെയിൻ്റ് അടിച്ച് തീർക്കാൻ പറ്റും കേട്ടോ. നല്ല ഈസി ആയിട്ട് പെയിൻ്റ് അടിച്ച് തീർക്കാം. പിന്നെ ഈ അരും മുക്കും മുല അങ്ങനത്തെ സംഭവങ്ങളുള്ളൂ പ്രശ്നം വരിക. ഞാൻ ആദ്യം ഒരു കോട്ട് അടിച്ചു, പിന്നെ രണ്ട് മൂന്ന് കോട്ട് ഞാൻ അടിച്ചിരിക്കണം. അത്രയും ചളി പിടിച്ച് കിടക്കായിരുന്നു. ആ നേരെ കാണുന്ന ചുമരില്ലേ, ഏകദേശം അതേപോലെ ചളി പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ റൂം മൊത്തമായിട്ട് ഇപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് പെയിൻ്റ് അടിക്കാൻ നടക്കില്ല. അപ്പോൾ ഈ ചെറിയ പോർഷൻ, അതായത് ഈ ഡ്രസ്സിങ് റൂം മാത്രം ഞാനൊന്നിപ്പം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ശരിയാവുമെന്നൊന്നും അറിയില്ല. പെയിൻ്റ് അടിച്ചാൽ എന്തായാലും വൃത്തിയാകും, അതെനിക്ക് ഉറപ്പാണ്. ഞാനിത് ഏകദേശം രാവിലെ ഒരു 11 മണി ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ഒരു 5-6 മണി വരെ ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഈ റോസ് ഭാഗത്ത് കുറച്ച് പെയിൻറ്റ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗത്ത് ഞാൻ 2-3-4 പ്രാവശ്യം പെയിൻ്റ് അടിച്ചിട്ടൊന്നും ഒരു സക്സസ് ആയില്ല. അവിടെ പെയിൻറ്റ് പിടിക്കണില്ല. പിന്നെ ഇപ്പോൾ എന്തായാലും അവിടെ അങ്ങനെ ഇടുന്നത് മോശമല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കണത് അവിടെ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ് ഫുൾ പോർഷന് ഞാൻ നന്നായിട്ട് വൃത്തിക്ക് തന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ അരും മുക്കൊക്കെ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഫില്ലാക്കിയത്. അത്യാവശ്യം നല്ല പാടായിരുന്നു കേട്ടോ അത് അടിക്കാൻ. എന്നാലും എന്താ പറയുക, ഒരു മനസ്സുഖമാണ്. എനിക്കിങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം മുതലേ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ സ്വന്തമായിട്ട് പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ ഉള്ളൂ എന്തിനും ഏതിനും ഒരു റിസൾട്ട് കിട്ടുക. അപ്പം ആ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം, സന്തോഷമൊക്കെയാണ്. എനിക്കിങ്ങനെ പെയിൻ്റ് അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് താല്പര്യമുള്ളവർക്ക് മാത്രം തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. വാൾ സ്റ്റിക്കറും മറ്റൊക്കെ ഒട്ടിക്കണത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഡെക്കറേഷൻ പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഈ പോർഷന് ഞാൻ എത്ര അടിച്ചിട്ടും അവിടെ വൃത്തിയായി കിട്ടണില്ല. അപ്പോൾ അവിടെ എന്തായാലും വാൾ സ്റ്റിക്കർ ഒട്ടിക്കലേ നടക്കുള്ളൂ. ഉണങ്ങിയിട്ടും ഇതേപോലത്തെ ഒരു കളറാണ് അവിടെ. പിന്നെ ഞാൻ വീണ്ടും അടിച്ചു നോക്കി, നടക്കണില്ല, വൃത്തിയായി കിട്ടണില്ല. ഇവിടെ പെയിൻ്റ് അടിച്ച് കണ്ടപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടോ. ഇത് ഉണങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ എടുത്തതാണ്, ഒരുപാട് ഇനി ഉണങ്ങാണ്ട്. അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വൃത്തി, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പെയിൻറ്റ് ബാക്കി വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ, ചളിയായ പോർഷൻസൊക്കെ ഞാനിങ്ങനെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സബ്സ്ക്രൈബാണ് എൻ്റെ സപ്പോർട്ട്. എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.